ചെറിയൊരു യാത്രയിലായിരുന്നു. അതിലാണ് 2 ദിവസം വീഡിയോ ഇടാൻ സാധിക്കാഞ്ഞത്. അങ്ങനെ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് L3 അസ്രായേൽ വരുന്നു. ജനനായകന്റെ ഏറ്റവും പുതിയ റിലീസ് അപ്ഡേറ്റ് എന്ത്? പൃഥ്വിരാജ് ചിത്രം ഖലീഫയുടെ ഏറ്റവും പുതിയ ഷൂട്ടിംഗ് അപ്ഡേറ്റ്. ഹൈ ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി ദിലീഷ് പോത്തൻ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നുണ്ടെന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേൾക്കുന്ന ഒരു വാർത്തയാണ്. ഇന്നിപ്പോൾ ഈ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഈ സിനിമ ലോക്ക് ചെയ്ത് കഴിഞ്ഞെന്നും ഒരു ഹൊറർ ഫാന്റസി പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന ഈ ചിത്രത്തിന്റെ തിരക്കഥാ വർക്കുകൾ ശ്യാം പുഷ്കരൻ പൂർത്തിയാക്കിയെന്നും ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. തന്റെ സ്ഥിരം സംവിധാന ശൈലിയിൽ നിന്നും മാറി എല്ലാത്തരം ഓഡിയൻസിനെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു മോഹൻലാൽ സിനിമയായിട്ട് ഈ ചിത്രം ഒരുക്കാനുള്ള തീരുമാനത്തിലാണ് സംവിധായകൻ ദിലീഷ് പോത്തൻ. ഈ വർഷം അവസാനത്തോടെ ചിത്രീകരണം ആരംഭിക്കാനിരിക്കുന്ന ഈ പ്രോജക്ട് നിർമ്മിക്കുന്നത് ആശീർവാദ് സിനിമാസിന് വേണ്ടി ആന്റണി പെരുമ്പാവൂരും. ആസിഫ് അലിയെ നായകനാക്കി രോഹിത് VS സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ ടിക്കി ടക്ക. ആസിഫ് അലിക്കൊപ്പം ലുക്മാൻ, വാമിക ഗബ്ബി, നസ്ലിൻ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്ന ടിക്കി ടക്ക ഒരു ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ സിനിമയായിട്ടാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ടിക്കി ടക്കയിൽ 2 പ്രധാന കാമിയോ റോളുകളിൽ പൃഥ്വിരാജ് സുകുമാരനും കല്യാണി പ്രിയദർശനും എത്തുന്നുണ്ടെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. നമ്മളും അത് ഷെയർ ചെയ്തിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ മറ്റ് സിനിമകളുടെ തിരക്കുകൾ മൂലം ഇവർ രണ്ടുപേരും ടിക്കി ടക്കയിൽ നിന്നും പിന്മാറിയതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇവർക്ക് പകരം തമിഴ് താരം വിശാലിനെയും മലയാളി താരം മഡോണ സെബാസ്റ്റ്യനെയും ഈ റോളുകളിലേക്ക് പരിഗണിക്കുന്നതായും പറയപ്പെടുന്നു. ഈ മാസം അവസാനത്തോടെ ടിക്കി ടക്കയുടെ പൂർണ്ണമായ ചിത്രീകരണം പൂർത്തിയാക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ആദിത്യദാറിന്റെ സംവിധാനത്തിൽ രൺവീർ സിംഗ് നായകനായിട്ടെത്തുന്ന ദുരന്തർ 2 എന്ന സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഇന്ന് ഉച്ചയ്ക്ക് പുറത്തു വന്നിരുന്നു. ആദ്യ ഭാഗം നൽകിയ ആവേശം ഇരട്ടിയാക്കുന്ന ഒരു ടീസർ കട്ടാണ് മൂവി ടീം പുറത്തുവിട്ടിട്ടുള്ളത്. വെറും 1 മിനിറ്റ് ദൈർഘ്യത്തിൽ ടീസർ പ്രേക്ഷകർക്ക് നൽകുന്നത് ഒരു പക്ക ഇന്റർനാഷണൽ സ്പൈ ത്രില്ലർ സിനിമയാവും ദുരന്തർ 2 എന്ന സൂചനയാണ്. ആദ്യ ഭാഗത്തേക്കാൾ കൂടുതൽ കരുത്തനായ ഗൗരവമുള്ള ലുക്കിൽ രൺവീർ സിംഗിനെ രണ്ടാം ഭാഗത്തിൽ കാണാനാവും, അതും 2 വ്യത്യസ്ത ഗെറ്റപ്പുകളിൽ. ടീസറിൽ കാണിക്കുന്ന ചുരുക്കം ചില ആക്ഷൻ സീക്വൻസുകളിലൂടെ ചിത്രം എത്രത്തോളം റോയും റിയലിസ്റ്റിക്കുമാണെന്നും കാണിച്ചു തരുന്നുണ്ട്. ഇന്ത്യൻ സ്പൈ ത്രില്ലറുകളുടെ ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായം കുറിക്കാൻ ദുരന്തർ 2 സാധിക്കുമെന്ന് ടീസർ ഉറപ്പ് നൽകുന്നുമുണ്ട്. വരുന്ന മാർച്ച് മാസം 19-ാം തീയതി ദുരന്തർ 2 മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തും. സൂര്യയെ നായകനാക്കി വെങ്കി അട്ലൂരി സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സൂര്യ 46. സൂര്യക്കൊപ്പം മമിത ബൈജു, രവീണ ടണ്ടൻ, രാധിക ശരത് കുമാർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിന് വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന ടൈറ്റിൽ വരാൻ സാധ്യതയുണ്ടെന്നൊരു ന്യൂസ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പൂർണ്ണമായും ഒരു ഫാമിലി എന്റർടൈനറായി തയ്യാറാവുന്ന ഈ ചിത്രത്തിൽ 45 വയസ്സുകാരനായ ഒരാൾക്കും 20 വയസ്സുകാരിക്കും ഇടയിലുണ്ടാവുന്ന ഒരു പ്രണയത്തെ ബേസ് ചെയ്താണ് ഈ സിനിമയുടെ കഥ നടക്കുന്നതെന്നും പറയപ്പെടുന്നു. GV പ്രകാശ് മ്യൂസിക് ഒരുക്കുന്ന സൂര്യ 46 നിർമ്മിക്കുന്നത് സിത്താര എന്റർടൈൻമെന്റ്സിന് വേണ്ടി നാഗവംശിയാണ്. വരുന്ന ജൂൺ മാസത്തിൽ സൂര്യ 46 റിലീസിനെത്തും. ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഈ വരുന്ന ഫെബ്രുവരി 15-ാം തീയതി പുറത്തു വരാനും സാധ്യതയുണ്ട്. ജയസൂര്യ കേന്ദ്ര കഥാപാത്രമാക്കി ഫ്രൈഡേ ഫിലിംസിന് വേണ്ടി വിജയ് ബാബുവും കാവ്യ ഫിലിംസിന് വേണ്ടി വേണു കുന്നപ്പള്ളിയും ചേർന്ന് നിർമ്മിച്ച് മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ഒരു എപ്പിക് ഫാന്റസി കോമഡി സിനിമയാണ് ആട് 3. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന ഈ സിനിമയെ പറ്റി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർമ്മാതാവ് വിജയ് ബാബു തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ആട് 3 മറ്റു ഭാഗങ്ങളെക്കാൾ ഉപരി ഒരു എപ്പിക് ഫാന്റസി ജോണറിലാണ് തയ്യാറായിട്ടുള്ളതെങ്കിൽ പോലും 2-ാം ഭാഗം എവിടെ അവസാനിക്കുന്നുവോ അവിടുന്നാണ് 3-ാം ഭാഗത്തിന്റെയും കഥ ആരംഭിക്കുന്നതെന്നും ആട് 2-വിൽ ഷാജി പാപ്പനും കൂട്ടർക്കും $1 മില്യൺ കിട്ടുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്. തുടർന്ന് അവർ ആ ഒരു പണം എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ആട് 3 എന്നും ഏകദേശം 3 കാലഘട്ടങ്ങളിലായിട്ടാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നതെന്നുമാണ് വിജയ് ബാബു പറഞ്ഞിരിക്കുന്നത്. ജയസൂര്യക്കൊപ്പം വിനായകൻ, സൈജു കുറുപ്പ്, ധർമ്മജൻ, സണ്ണി വെയിൻ, ഇന്ദ്രൻസ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ആട് 3 വരുന്ന മാർച്ച് മാസം 19-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. L366 എന്ന തരുൺമൂർത്തി ചിത്രത്തിന് പിന്നാലെ ലാലേട്ടൻ വീണ്ടും പോലീസ് ഓഫീസറുടെ വേഷത്തിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ അതൊരു മലയാളം സിനിമയല്ല, പകരം തെലുങ്ക് മെഗാസ്റ്റാർ ചിരഞ്ജീവി നായകനായിട്ടെത്തുന്ന 158-ാമത്തെ ചിത്രത്തിലാണ് ലാലേട്ടൻ ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലെത്തുക. വാൾട്ടർ വീരയ്യ, ഡാക്കു മഹാരാജ എന്നീ സിനിമകൾ സംവിധാനം ചെയ്ത ബോബി കൊല്ലി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഒരു പക്ക ഗ്യാങ്സ്റ്റർ ആക്ഷൻ ഡ്രാമ പശ്ചാത്തലത്തിലാവും തയ്യാറാവുക. പ്രിയാമണി നായിക വേഷം കൈകാര്യം ചെയ്യുന്ന ഈ സിനിമയിൽ ഫഹദ് ഫാസിലും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഉപരി മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത എന്തെന്നാൽ ലാലേട്ടൻ ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ മൂവി ടീം ഓഫർ ചെയ്തിരിക്കുന്ന പ്രതിഫലം എന്നത് ഏകദേശം 30 കോടി രൂപയോളമാണ്. എന്തായാലും കാത്തിരിക്കാം ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി. ജോർജ് ജോർജ് നായകനായും സംവിധായകനായും എത്തി 2024-ൽ തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ സിനിമയാണ് പണി. ഈ സിനിമയുടെ വിജയത്തിന് പിന്നാലെ പണി എന്ന ചിത്രത്തിന് ഒരു 2-ാം ഭാഗം വരുമെന്നും ഡീലക്സ് ബെന്നി എന്നായിരിക്കും ഈ സിനിമയുടെ പേരെന്നും ആ ഒരു ടൈമിൽ തന്നെ വാർത്ത പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഇത് ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ വരുന്ന മാർച്ച് മാസത്തോടെ ആരംഭിക്കാൻ പോവുകയാണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യ ഭാഗം പോലെ തന്നെ തൃശൂരിനെ ബേസ് ചെയ്തിറക്കുന്ന ഒരു മാസ് ആക്ഷൻ ത്രില്ലർ സിനിമയായിരിക്കും പണി 2 എന്നും 2026 അവസാനത്തോടു കൂടി ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നും പറയപ്പെടുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഫ്രെയിം ഏത് സിനിമയിലേതാണെന്ന് ചോദിച്ചിരുന്നു. ഉത്തരം റോഷാക്കാണ്. ജിനു ജോയി, അദിൽ അഹമ്മദ് അലി, താഹിർ, ഫദൻ വ്ലോഗ്, രാവണൻ തുടങ്ങിയവരാണ് കൃത്യമായ ഉത്തരം ആദ്യമായി കമന്റ് ചെയ്തത്. ഇനി നമുക്ക് മറ്റ് അപ്ഡേറ്റുകളിലേക്ക് കടക്കാം.
ബോളിവുഡിൽ നിന്നും റീസെന്റ് തിയേറ്ററുകളിലേക്ക് എത്തിയ ബോർഡർ 2 എന്ന ചിത്രത്തിന്റെ 11 ദിവസത്തെ ടോട്ടൽ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 11 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ നിന്നും മാത്രം 331,34,00,000 രൂപയോളം സ്വന്തമാക്കിയ ബോർഡർ 2വിന്റെ 11 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 377,12,00,000 രൂപയാണ്. 210 കോടി രൂപയോളം ബഡ്ജറ്റിലെത്തിയ ഈ സിനിമയിൽ നിന്നും തിയേറ്റർ ഷെയറിലൂടെ 192 കോടി രൂപയും പ്രീസെയിൽ റൈറ്റ്സിലൂടെ 124 കോടി രൂപയും പ്രൊഡ്യൂസർക്ക് നേടിക്കൊടുത്ത് ബോർഡർ 2 ഇപ്പോൾ ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് സ്വന്തമാക്കിയിട്ടുണ്ട്. മലയാളത്തിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തി ഈ വർഷത്തെ ആദ്യ ഹിറ്റ് സ്റ്റാറ്റസ് സ്വന്തമാക്കിയ സിനിമയാണല്ലോ ചത്താപ്പച്ച. ചിത്രത്തിന്റെ 12 ദിവസത്തെ ടോട്ടൽ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നും മാത്രം 16 കോടി 10 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയ ചത്താപ്പച്ചയുടെ 12 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 33 കോടി 65 ലക്ഷം രൂപയാണ്. ചത്താപ്പച്ചയുടെ ബഡ്ജറ്റ് 12 കോടി 50 ലക്ഷം രൂപയും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് 2025 മലയാളത്തിൽ നിന്നും പുറത്തുവന്ന് തിയേറ്ററുകളിൽ വിജയമായി മാറിയ ഒരു സിനിമയിലെ ഫ്രെയിമാണ്. ഈ സിനിമ ഏതെന്നറിയാവുന്നവർ ഉത്തരം കമന്റായി ഒന്ന് രേഖപ്പെടുത്തുക. കൃത്യമായ ഉത്തരം കമന്റ് ചെയ്യുന്ന 5 പേരെ അടുത്ത വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ബിജു മേനോൻ, ജോർജ് ജോർജ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത വലതുവശത്തെ കള്ളൻ എന്ന സിനിമയുടെ ആദ്യത്തെ 4 ദിവസത്തെ ടോട്ടൽ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 4 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 3 കോടി 29 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് ആയി 4 കോടി 21 ലക്ഷം രൂപയുമാണ് ചിത്രത്തിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. വലതുവശത്തെ കള്ളന്റെ ടോട്ടൽ ബഡ്ജറ്റ് 6 കോടി 50 ലക്ഷം രൂപ. ഗണപതി, സാഗർ സൂര്യ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ പ്രകമ്പനം എന്ന സിനിമയുടെ 4 ദിവസത്തെ ടോട്ടൽ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 4 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 3 കോടി 38 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയ ചിത്രത്തിന്റെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 4 കോടി രൂപയ്ക്ക് മുകളിലാണ്. ഏകദേശം 5 കോടി രൂപ ബഡ്ജറ്റിലാണ് പ്രകമ്പനം തയ്യാറായിട്ടുള്ളത്. ദളപതി വിജയെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്ത ജനനായകൻ സിനിമയുടെ ഏറ്റവും പുതിയ റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് CBFCക്കെതിരായി നൽകിയ കേസ് പിൻവലിച്ചതായി വാർത്തകൾ വന്നിരുന്നു. അതായത് CBFC നൽകുന്ന സെൻസർ കട്ടുകൾ മൂവി ടീം അംഗീകരിച്ച് അത് ഒഴിവാക്കും. കൃത്യമായി പറഞ്ഞാൽ 15 മിനിറ്റിലധികം സീനുകളാണ് സിനിമയിൽ നിന്ന് കട്ട് ചെയ്യണമെന്ന് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് മൂവി ടീം അംഗീകരിക്കാൻ ഒരുങ്ങുകയാണെന്നും അതിനാൽ തന്നെ ഈ ഫെബ്രുവരിയിൽ തന്നെ ജനനായകൻ റിലീസിന് എത്തുമെന്നും ചില തമിഴ് മാധ്യമങ്ങൾ ഇന്ന് പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനും ഉപരിയായി ജനനായകന്റെ വിദേശ രാജ്യങ്ങളിലെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്ന കമ്പനിയോട് ഈ മാസം ഫെബ്രുവരി റിലീസ് ഉറപ്പിച്ചുകൊണ്ട് പ്രൊമോഷൻ വർക്കുകൾ ആരംഭിക്കാനുള്ള അനുമതിയും ഇപ്പോൾ KVN പ്രൊഡക്ഷൻസ് നൽകിയിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ വർഷം ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ഉണ്ണി മുകുന്ദൻ സിനിമയാണ് മിണ്ടിയും പറഞ്ഞും. ഉണ്ണി മുകുന്ദനൊപ്പം അപർണ ബാലമുരളിയും പ്രധാന വേഷത്തിലെത്തിയ ഈ സിനിമ തിയേറ്ററുകളിൽ ഒരു പരാജയമായിരുന്നു. ഇപ്പോഴത്തെ ഈ ചിത്രം OTT റിലീസിലേക്ക് കടക്കുന്നു. വരുന്ന ഫെബ്രുവരി 6-ാം തീയതി സൺനെക്സ്റ്റിലൂടെ മിണ്ടിയും പറഞ്ഞും OTT സ്ട്രീമിംഗ് ആരംഭിക്കും. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്തു വരുന്ന ഒരു ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് ഖലീഫ. നിലവിൽ 2 ഷെഡ്യൂൾ ചിത്രീകരണം പൂർത്തിയായ ഖലീഫയുടെ 3-ാം ഘട്ട ചിത്രീകരണത്തിന് ഈ മാസം അവസാനത്തോടെ കോഴിക്കോട് വെച്ച് ആരംഭമാകും. എന്നാൽ കോഴിക്കോട് വെച്ച് ചെറിയൊരു ഷെഡ്യൂൾ ഷൂട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. തുടർന്ന് മാർച്ച് മാസത്തോടെ നേപ്പാൾ, മുംബൈ, ലണ്ടൻ എന്നിവിടങ്ങളിലായി ഖലീഫയുടെ പൂർണ്ണമായ ചിത്രീകരണം പൂർത്തീകരിച്ച് വരുന്ന ഓഗസ്റ്റ് 20 ഓണം റിലീസായി ഖലീഫ റിലീസിനെത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ലാലേട്ടനെ നായകനാക്കി മുരളി ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന ലൂസിഫർ ചിത്രത്തിന്റെ 3-ാം ഭാഗമായ അസ്രയേലിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ ആരംഭിക്കാൻ പോകുന്നു. നിലവിൽ 2-ലധികം സിനിമകളിലായി അഭിനയിച്ചു വരുന്ന ലാലേട്ടന്റെയും പൃഥ്വിരാജിന്റെയും പ്രധാന തിരക്കുകളെല്ലാം തന്നെ പൂർത്തിയാക്കിയ ശേഷം പൃഥ്വിരാജ് ഇന്ദ്രജിത്തിനെയും ജയസൂര്യയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒരു ഹൊറർ കോമഡി സിനിമ 2026 അവസാനത്തോടുകൂടി സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ സിനിമയുടെയും വർക്കുകൾ പൂർത്തീകരിച്ച ശേഷം L3 അസ്രായേൽ എന്ന സിനിമയാവും പൃഥ്വിരാജ് സംവിധാനം ചെയ്യുക. നിലവിൽ മുരളി ഗോപി തിരക്കഥാ വർക്കുകൾ ആരംഭിച്ചിരിക്കുന്ന L3 അസ്രായേലിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം വരുന്ന മാർച്ച് മാസത്തിൽ നടത്തപ്പെടുമെന്നും ചില രഹസ്യ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്.